ഇവിടെ KC വേണുഗോപാലിന്റെ പേര് ആദ്യമായിട്ട് ഞങ്ങളാണ് പറയുന്നത്. അല്ലല്ല, ഒരിക്കലല്ല. ചോദ്യം മുഴുവൻ കേട്ടിട്ട് ചൂടാവണം. ഇപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോ, അല്ലല്ല, മാധ്യമപ്രവർത്തകർ ഈ കാര്യം ചോദിക്കുമ്പോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഒരു ചർച്ചയേ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നിങ്ങളോട് ചോദിക്കില്ല. കാരണം ഇവിടെ 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 വോട്ട് പെട്ടിയിലായതിന്റെ പിറ്റേന്ന് മുതൽ തുടങ്ങി 1 വർഷം മുമ്പ് ശ്രീ KC വേണുഗോപാലിന്റെ ഒരു ബൈറ്റ് ഉണ്ട്. എന്നെ നിങ്ങൾ അങ്ങനെ വിലയിരുത്തരുത്, ഞാൻ അതിന് തയ്യാറല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന്. 1 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ വോട്ടാകുന്നവരെ ആ സ്റ്റാൻഡിൽ നിന്നു. അത് കഴിഞ്ഞല്ലേ അദ്ദേഹം ഈ കളിയെല്ലാം കളിച്ചത്. ഞങ്ങൾ ഇവിടെ ഒരു നേതാവിന്റെയും പിണിയാളുകളല്ല. ആ 10 വർഷം ഞങ്ങൾ അനുഭവിച്ചു. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ടു. പിന്നെയുള്ള 5 വർഷം, ആ 5 വർഷം ഞങ്ങൾ സാധാരണ പ്രവർത്തകർ കൊണ്ടും കൊടുത്തും ഞങ്ങളുടെ ജീവൻ തുലാസിൽ നിന്ന സമയം ഞങ്ങളെ നയിച്ച VDS, ആ VDS ഒരു ജാതി മത വർഗീയ കക്ഷികളുടെയും മുന്നിൽ തലകുനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ആ നിലപാടിന് കേരളം കൊടുത്ത മറുപടിയാണ് 102 സീറ്റ്. ആ 102 സീറ്റ് ഇത് VDSനുള്ളതാണ്, VDSന്റെ നിലപാടിനുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ തെരുവിലിറങ്ങുന്നത്. ഈ പറയുന്നത് പോലെ സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർ ഇത്തരമൊരു ചർച്ച നടക്കുന്നുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ള വിശദീകരണമാണ് ഇവരൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് അതേ ചോദ്യം അവരോട് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലല്ലേ നടക്കുന്നത്, ഇവിടെ ചുറ്റിലും നടക്കുന്നതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു. രണ്ടും പറയുന്നത് ഒരേ വിഭാഗമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ VD സതീശന്റെ പ്രയത്നമാണ്, ഈ 5 വർഷം കൊണ്ടുണ്ടായ പ്രയത്നമാണ് ഇവിടെ ഈ കാണുന്ന വിജയം. 102 സീറ്റ് എന്നുള്ളതാണ് ഈ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം VD സതീശന് തന്നെ വേണം എന്നുള്ളൊരു ആവശ്യം, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോരാട്ടത്തിൻ വീതികളിൽ ഞങ്ങളെ ആകെ നയിച്ചവനെ അതങ്ങനല്ല. VD സതീശനാകില്ല എന്നുള്ളൊരു തോന്നലാണ്
ഇങ്ങനെ ഒരു സമരത്തിന് വി ഡി സതീശനാകില്ല എന്ന ഒരു തോന്നലുമില്ല. വി ഡി സതീശനാകുന്നതിന് മുമ്പുള്ള ഒരു ആഗ്രഹ പ്രകടനമായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഇത് ജനവികാരവും പാർട്ടി വികാരവും അതുപോലെ തന്നെ അണികളുടെ വികാരവുമാണ്. ഇത് ആർക്കുമെതിരെയോ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ അല്ല, വി ഡി സതീശനുള്ള സ്നേഹപ്രകടനമായിട്ട് വേണം നിങ്ങൾ എല്ലാവരും ഇതിനെ കാണാൻ. ഒരു പ്രതിഷേധം പോലെ ഉണ്ട് കാണാനൊക്കെ. അപ്പോഴും പ്രതിഷേധമല്ല, ഇത് കോൺഗ്രസ് 10 വർഷമായി ഉറങ്ങിക്കിടന്ന ഒരു കോൺഗ്രസ് വീണ്ടും ഉണർന്ന ഒരു വികാരമാണ് നിങ്ങൾ കയറുന്നത്. അല്ലാതെ ഇത് പാർട്ടിക്കെതിരെയുള്ള വികാരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനമായിട്ട് ഒരിക്കലും കാണണ്ട. ഇതിൽ പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം 5 വർഷം കോൺഗ്രസിനെ നയിച്ച വി ഡി സതീശന്റെ പോസ്റ്ററുകളാണ്. ഇതിൽ പിടിച്ചിരിക്കുന്നത് ത്രിവർണ്ണ പതാക, കൈപ്പത്തിയുള്ള ത്രിവർണ്ണ പതാക തന്നെയാണ്. ഇതിലൊരു കെ സി വേണ്ട, ആർ സി വേണ്ട, വി ഡി മാത്രം മതി എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താ? കഴിഞ്ഞ 5 വർഷം ഭരണമില്ലായിരുന്ന കോൺഗ്രസിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ പുറകിൽ നിന്ന ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ വി ഡി സതീശനെ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ല ഇപ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ വി ഡിയിൽ അർപ്പിച്ച അർപ്പണബോധമാണ്. അതിന് നമ്മളായി കുറെ സഹപ്രവർത്തകർ അതിന് കൂട്ടുനിൽക്കുകയാണ്. എന്തായാലും ഇതൊക്കെയാണ് കാഴ്ചകൾ. വി ഡി സതീഷിന് വേണ്ടിയുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സ് അടക്കം വലിച്ചു കീറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ ഒരു പ്രകടനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. ഇതിനു കൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ചർച്ചയാകുകയാണ്. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം 3 നേതാക്കന്മാരും ഡൽഹിയിലേക്ക് പോയിരിക്കുന്ന ഒരു സമയത്ത് കൂടെയാണ് ഇങ്ങനെ ഒരു പ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും തലസ്ഥാന നഗരിയെ ആകെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓമന നേതാവേ, വി ഡി സതീശ നേതാവേ, പോരാട്ടത്തിൻ വീതികളിൽ ഞങ്ങളെയാകെ നയിച്ചവനെ